ചായ കുടിക്കും. പഴം പുഴുങ്ങിയില്ലല്ലേ? പുഴുങ്ങണം, അപ്പോഴൊരു കൊസി ഉണ്ടാവുള്ളൂ. കുറച്ചു നേരം കൂടി ഇരിക്കുകയാണെ പുഴുങ്ങി തരാം. മീൻകാരനെ കണ്ടിട്ട് എത്ര ദിവസം? നിനക്ക് മീൻകാരനെ കാണാതെ ഉറക്കം പറഞ്ഞില്ലേടി? അതല്ല, പിന്നെ അവൻ നല്ല ഫ്രഷ് മീൻ 5-10 രൂപ കുറച്ച് എനിക്ക് ഇതാണ് പെണ്ണുങ്ങളെ കുഴപ്പം. എടി വീട്ടിൽ 5-10 പൈസ കുറച്ച് തരണവന്മാരെ വേണം സൂക്ഷിക്കാൻ. അവന്മാരൊക്കെ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. വിജനമായ മരുഭൂമിയിൽ വിശന്ന് വലഞ്ഞ ഒരാൾ അകപ്പെട്ടു. കഴിക്കാനൊന്നുമില്ല. അയാൾ എന്ത് ചെയ്യും? ഒരു ക്ലൂ. അതിന്റെ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. അതെടുത്ത് അയാൾ കഴിച്ചു. അത്രയും പറയാം. ഇനി എനിക്ക് ക്ലൂ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചായ എടുക്കട്ടെ, ചോറ് എടുക്കട്ടെ നോക്കുമ്പോ നീ സ്വഭാവമായിട്ട് എന്ത് പറയും? ഞാൻ വേണ്ട, ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നാന്ന് പറയും. അല്ലെ? നിന്നേക്കാളും നമ്മളെക്കാളും ഡീസന്റ് അവൻ, അവൻ വേണ്ടാന്ന് പറയുള്ളൂ. അങ്ങേര് വേണോന്നങ്ങാണം പറഞ്ഞ തല്ലുകൊണ്ട് എന്റെ ഊപ്പാട് വരും, അതല്ലേ? നാലുന്റെ മക്കൾക്ക് ചോറ് തിന്നണമെങ്കിൽ ചിക്കൻ വേണം. അത് തന്നെയാണ് എന്റെ വീട്ടിലും കഥ. പച്ചക്കറിയൊന്നും ആർക്കും വേണ്ട. ഉണക്കമീനാണെങ്കിൽ ആർക്കും പറ്റണേ അല്ല. ഓലൊക്കെ പ്രായത്തിൽ നമ്മൾ എന്താ തിന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മല്ല. അപ്പു ആ, എനിക്ക് നല്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ഫിഷ് കുലാബി. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ചേച്ചി മീൻ വറുത്തൊന്നുമില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണയിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. നിങ്ങളുടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? ഗ്രീനറി അല്ലെങ്കിൽ മഴ ഓർ പുഴ, ഇതൊക്കെയാണല്ലോ നോസ്റ്റാൾജിയ. മത്തി. മത്തിയോ? വറുത്തതും ഇഷ്ടമാണ്, കറി വെച്ചതും ഇഷ്ടം. കഴിക്കാൻ തന്നിരിക്കണേ ചോറും പപ്പയ്ക്ക തീയലും. അപ്പൊ ഇന്ന് രാവിലെ എന്തായിരുന്നു? പഴങ്കഞ്ഞിയും പപ്പയ്ക്ക മെഴുക്ക് വരട്ടിയും. അപ്പൊ ഇന്നലെ രാത്രി എന്തായിരുന്നു? ചോറും പപ്പയ്ക്ക തോരനും. നീ ആ വെട്ടോ തീങ്കെടുത്തോണ്ടോ? എന്തൊരെണ്ണ എന്നെ കൊല്ലാനാ? ആ പുല്ല പപ്പ മര വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ പപ്പയ്ക്ക് ഞാൻ ചാവും.